ഇത് ചരിത്രം വഴിമാറി നടന്ന വയനാടൻ മണ്ണാണ്. മൂടൽ മഞ്ഞും വന്യമൃഗങ്ങളും നിറഞ്ഞ ഈ കാട്ടുപാതകളിൽ അധിനിവേശത്തിൻ്റെ കൊടിയടയാളങ്ങളുമായി വന്ന വെള്ളക്കാരൻ ഭയന്ന ഒന്നുണ്ടായിരുന്നു. നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് പാഞ്ഞു വരുന്ന ചില അമ്പുകൾ. ആ അമ്പുകൾക്ക് പിന്നിൽ ഒരൊറ്റ പേരേ ഉണ്ടായിരുന്നുള്ളൂ: തലയ്ക്കൽ ചന്തു. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ തോക്കുകൾക്കും പീരങ്കികൾക്കും മുന്നിൽ കുലച്ച വില്ലും കൂർത്ത അമ്പുകളുമായി ഒരു ജനതയെ ചന്തു നയിച്ചു. കുറിച്യപ്പടയുടെ നായകൻ. മണ്ണും പെണ്ണും മാനവും സംരക്ഷിക്കാൻ കാടിൻ്റെ മക്കൾ ഒത്തുകൂടിയപ്പോൾ അവർക്ക് വഴികാട്ടിയത് ചന്തുവിൻ്റെ അചഞ്ചലമായ രാജ്യസ്നേഹമായിരുന്നു. കോട്ടയം രാജാവ് പഴശ്ശിരാജാവിന് ചന്തു വെറും ഒരു സൈന്യാധിപനായിരുന്നില്ല, അടിയുറച്ച കോട്ടയായിരുന്നു, വിശ്വസ്തനായ സഹോദരനായിരുന്നു. 1802 ഒക്ടോബർ മാസം അഹങ്കാരത്തോടെ തലയുയർത്തി നിന്ന പനമരം ബ്രിട്ടീഷ് കോട്ടയ്ക്ക് നേരെ ചന്തുവും കൂട്ടരും ഇരച്ചു കയറി. തോക്കേന്തിയ വെള്ളപ്പട്ടാളത്തെ തങ്ങളുടെ പാരമ്പര്യ ആയുധങ്ങൾ കൊണ്ട് അവർ നിഷ്പ്രഭമാക്കി. ക്യാപ്റ്റൻ ഹാരിസും സംഘവും ആ കാട്ടുപോരാളികളുടെ കരുത്തറിഞ്ഞു. വിപ്ലവത്തിൻ്റെ ആ കനൽ വഴികളിൽ ചന്തു കുറിച്ച ചരിത്രം അധിനിവേശ ശക്തികളുടെ ഉറക്കം കെടുത്തിയ ഒന്നായിരുന്നു. പക്ഷേ ചോര ചീന്തിയ ആ പോരാട്ടങ്ങൾ കാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു. മാതൃഭൂമിയുടെ മണ്ണിൽ ഒരു പരദേശിയും അധികാരം സ്ഥാപിക്കാൻ പാടില്ലെന്ന ചന്തുവിൻ്റെ ദൃഢനിശ്ചയമായിരുന്നു. ആ പോരാട്ട വീര്യം എങ്ങനെ അവസാനിച്ചു? എന്തു മരുന്ന് നൽകിയാണ് ബ്രിട്ടീഷുകാർ ആ വനസിംഹത്തെ കെണിയിലാക്കിയത് എന്ന് അടുത്ത പാട്ടിൽ നമുക്ക് നോക്കാം.